തിരഞ്ഞെടുപ്പും ചരിത്ര സംഭവങ്ങളാകുന്നതുപോലെ തിരഞ്ഞെടുപ്പിന്റെ ചുവരെഴുത്തുകൾ ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തലുകൾ കൂടിയാണ്. 6.5 പതിറ്റാണ്ടായി മായാതെ കിടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ചുവരെഴുത്തിനെ കുറിച്ചാണ് ഇനി. എറണാകുളം ഇടപ്പള്ളിയിലാണ് 1957 കാലഘട്ടങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഓർമ്മകൾ വരച്ചുകാട്ടുന്ന ചുവരെഴുത്ത്. ഇടപ്പള്ളി മാർക്കറ്റിലെ പഴയ 2 നില കെട്ടിടത്തിന്റെ ഈ ചുവര് ഒരു കാലഘട്ടത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. 67 വർഷങ്ങൾക്കപ്പുറത്തെ കേരള രാഷ്ട്രീയവും തീപാറുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടക്കാലവും കോൺഗ്രസിന്റെ ഈ ചുവരെഴുത്തിലൂടെ ഇന്നും മായാതെ നിൽക്കുന്നു. അതിപ്പോ ഇങ്ങനെ നിലനിൽക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മളവിടെ കാണുന്നില്ലേ ഓടും പട്ടിയൊക്കെയുള്ള ഗ്യാപ്പ്, ആ ഗ്യാപ്പ് കൊണ്ടാണ് ഇതിങ്ങനെ പോകാതിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് പെയിന്റ് അല്ല, റെഡ് ഓക്സൈഡ് വെച്ച് എഴുതിയേക്കണത്. പിന്നെ ഇങ്ങനെ ഈ കാളപ്പെട്ടിന്ന് ആദ്യമായിട്ട് വരുന്നത് അതാണ്. പാന്നിട്ടിട്ട് പാർലമെന്റിലേക്ക് AM തോമസ് ആണ് നിർണയിച്ചത്. അങ്ങനെ ജയിച്ചു. പതിറ്റാണ്ടുകൾക്കപ്പുറത്തെ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ചുവരെഴുത്തിനെ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തിയപ്പോഴും മായ്ക്കാതെ സംരക്ഷിച്ചു കെട്ടിട ഉടമകൾ. ഇടപ്പള്ളി പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം പിന്നീട് വായനശാലയ്ക്കായും മറ്റും ഉപയോഗിക്കപ്പെട്ടു. ഇനി ഈ ചുവരെഴുത്തിന് പിന്നിലെ ചരിത്രം നോക്കാം. വർഷം 1957. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടന്ന കാലം. പാർലമെന്റിലേക്ക് AM തോമസും അസംബ്ലിയിലേക്ക് AV ജോസഫും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി ജനവിധി തേടി. കോൺഗ്രസിന്റെ ചിഹ്നം കാളപ്പെട്ടി. ലോക്സഭയിലേക്ക് AM തോമസ് 10,623 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയപ്പോൾ നിയമസഭയിലേക്ക് മത്സരിച്ച AV ജോസഫ് തോറ്റു. ജയിച്ചു കയറിയതാകട്ടെ CPIയിലെ TK രാമകൃഷ്ണനും. 6.5 പതിറ്റാണ്ടിനിപ്പുറം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടി കടന്നു വരുമ്പോൾ ഈ ചുവരിലെ മായാത്ത അക്ഷരങ്ങൾക്ക് മൂല്യം ഏറെയാണ്. ജനം, കൊച്ചി.